ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ വികാരിച്ച ഹെഡ് മാസ്റ്റർ, മതാധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ അലിനി 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ഈശോയെ കൂടുതൽ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നമ്മെ ഒരുക്കുന്ന വേദിയാണല്ലോ വിശ്വാസ പരിശീലനം. ഇന്നത്തെ ഈ കാറ്റക്കിസം ക്ലാസ് പ്രാർത്ഥന ഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. അതിനായി 11ാം ക്ലാസ്സിലെ അനീഷയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദിവ്യനായ ജ്യോതിരൂപനെ നമിച്ചിടാൻ, ദിവ്യജ്ഞാനധാരയിൽ അലിഞ്ഞു ചേരുവാൻ, ദിവ്യമായ വിദ്യ തേടി വന്നണഞ്ഞിതാ, ദിവ്യപാദം പുൽകിടാൻ തരൂവരം വിപോ. ശാന്തിദായക മുക്തിദായക, ശാന്തി നേടിടാൻ നമിപ്പു നിൻ പദം. ശാന്തിദായക മുക്തിദായക, ശാന്തി നേടിടാൻ നമിപ്പു നിൻ പദം. യേശുവിന്റെ വചനസത്ത ഉൾക്കൊണ്ടിടാൻ, യേശുവിന്റെ ദിവ്യദൗത്യം പാരിണേകുവാൻ, യേശുവിന്റെ വചനസത്ത ഉൾക്കൊണ്ടിടാൻ, യേശുവിന്റെ ദിവ്യദൗത്യം പാരിണേകുവാൻ, യേശുവിന്റെ ധീരസേനയായി വളർന്നിടാൻ, യേശുവിന്റെ പാത തേടി മുന്നേറിടാൻ. വരുന്നിതാ വരുന്നിതാ, വിദ്യ നേടിടാൻ കൊതിച്ചു നിൻ സുധർ. വരുന്നിതാ വരുന്നിതാ, വിദ്യ നേടിടാൻ കൊതിച്ചു നിൻ സുധർ. വചനദൂതു ഭൂതലെ പരന്നൊഴുക്കിടാൻ, വചനഗീതി കേട്ടു ഞങ്ങൾ ശക്തരായിടാൻ. വചനദൂതു ഭൂതലെ പരന്നൊഴുക്കിടാൻ, വചനഗീതി കേട്ടു ഞങ്ങൾ ശക്തരായിടാൻ. വചനഗന്ധവും വഹിച്ചു വന്നണഞ്ഞിടാം, വചനമാർന്ന യേശുവേ കനിഞ്ഞിടേണമേ. ചൊരിഞ്ഞിടോ ചൊരിഞ്ഞിടോ, വചന സാക്ഷ്യമേ കിടുവാൻ നൽവരം. ചൊരിഞ്ഞിടോ ചൊരിഞ്ഞിടോ, വചന സാക്ഷ്യമേ കിടുവാൻ നൽവരം. പ്രതിജ്ഞയും പ്രാർത്ഥനയും ചൊല്ലുന്നതിനായി എബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം എന്റെ പിതാവാണ്. എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ ദൈവത്തെയും എന്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എന്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിന്റെ സഭ എന്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യങ്ങളെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിന്റെ പുതിയ നിയമമാണ് എന്റെയും ജീവിത നിയമം. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും ആദരവോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. ഈ സുദിനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മറിയം ത്രേസ്യയാണ്. അനുദിന വിശുദ്ധരിൽ വിശുദ്ധ മറിയം ത്രേസ്യയെ പരിചയപ്പെടുത്തുന്നതിനായി ജെറാൾഡിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വിശുദ്ധ മറിയം ത്രേസ്യ കേരളത്തിൽ തൃശ്ശൂരിൽ പുത്തഞ്ചിറ ഗ്രാമത്തിൽ 1876 ഏപ്രിൽ 26-ാം തീയതി തോമ അന്ന എന്നിവരുടെ പുത്രിയായി മറിയം ത്രേസ്യ ജനിച്ചു. മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അന്ന ശ്രദ്ധിച്ചിരുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ അതിയായ താല്പര്യം കാട്ടിയിരുന്നു. ചെറുപ്പത്തിലെ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രേസ്യയ്ക്ക് താൻ ഈശോയുടെ കൂടെ കരയാനും സഹിക്കാനും ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അവൾ നിരന്തരം പറയുമായിരുന്നു, ദൈവത്തിന്റെ മനസ്സും എന്റെ മനസ്സും ഒന്നാകട്ടെ. 5ാമത്തെ വയസ്സ് മുതൽ ത്രേസ്യ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി. അവൾ അമ്മയോട് പറയുമായിരുന്നു, നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ കളിച്ചുല്ലസിക്കാനാണ്. പല പ്രാവശ്യം ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വേളകളിൽ പഞ്ചക്ഷതങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. 1912 നവംബർ 26-ാം തീയതി ത്രേസ്യ തന്റെ ദൈവവിളി വിവേചിച്ചറിയുന്നതിന് വേണ്ടി 2 മാസത്തേക്ക് ഒല്ലൂരുള്ള കർമ്മനേക്ക മഠത്തിൽ പ്രവേശിച്ചു. അക്കാലത്ത് വിശുദ്ധ ഉപ്രാസ്യ ആയിരുന്നു നവസന്യാസാർത്ഥികളുടെ. അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിവേക് ദാസിന്റെയും മാർ മേനാച്ചി പിതാവിന്റെയും അനുവാദത്തോടെ
പുതിയ സന്യാസിനി സഭയുടെ പ്രഥമ ഭവനം 1913 ജനുവരി 27 ആരംഭിച്ചു. 1914 മെയ് 14 അതൊരു മഠമാക്കി. അങ്ങനെ തിരുകുടുംബ സന്യാസിനി സഭ സ്ഥാപിതമായി. ക്രിസ്തുവിന്റെ കരുണാർദ്ര സ്നേഹത്തിലൂടെ കുടുംബങ്ങളെ വിശദീകരിക്കുക എന്നതായിരുന്നു ത്രേസ്യയ്ക്ക് ലഭിച്ച സിദ്ധി. ജാതി മതഭേദമില്ലാതെ ഏവരെയും ശുശ്രൂഷിക്കുന്ന മറിയം ത്രേസ്യയെ ഈശ്വരന്റെ മൂർത്തി രൂപമായിട്ടാണ് മറ്റു മതസ്ഥർ കണ്ടിരുന്നത്. സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച ആ സന്യാസിനി 1926 ജൂൺ 8 ദിവംഗതയായി. ഈശോ മറിയം യൗസേപ്പെ, എന്റെ ഹൃദയം ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നതായിരുന്നു അവളുടെ അന്തിമ വചസ്സുകൾ. 1994 ജൂൺ 28 മാർപ്പാപ്പയിൽ നിന്ന് ദേവദാസിയുടെ വീരോചനമായ സൽഗുണങ്ങളെ കുറിച്ച് പ്രഖ്യാപനമുണ്ടായി. 2000 ഏപ്രിൽ 9 മഹാജൂബിലി വർഷത്തിൽ മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2019 ഒക്ടോബർ 13 മാർ ഫ്രാൻസിസ് പാപ്പ മറിയം ത്രേസ്യയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. വിശുദ്ധ മറിയം ത്രേസ്യയെ കുടുംബങ്ങളുടെ മധ്യസ്ഥയായാണ് ലോകം കാണുന്നത്. സഭാ വാർത്തകൾ വായിക്കുന്നതിനായി അലൈനയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, എന്റെ പേര് അലൈന എലിസബത്ത് ഷിബു. ഞാൻ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സഭാ വാർത്തകൾ. വത്തിക്കാൻ സിറ്റി ദക്ഷിണ കൊറിയൻ ബിഷപ്പ് ലാസറസ് ഹാങ്സിക് വൈദികർക്കുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ പുതിയ അധ്യക്ഷൻ. കൊറിയയിലെ ദേജോൺ രൂപതയുടെ മെത്രാനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. കാരുണ്യനാഥിക്ക് പീപ്പിൾ കിരീടധാരണം. ഫിലിപ്പീൻസിലെ സഭയ്ക്ക് ഒരു സവിശേഷ സമ്മാനം. ഫിലിപ്പീൻസിലെ മറിയം തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രതിഷ്ഠിതമായ കാരുണ്യനാഥിയുടെ തിരുരൂപത്തിൽ കാനോനിക കിരീടധാരണത്തിന് അനുമതി നൽകി ഫ്രാൻസിസ് പാപ്പ. നോവാലിസിലെ അമ്മ എന്ന വിശ്വാസ സമൂഹം ഒന്നടങ്കം വിശേഷിപ്പിക്കുന്ന ക്യൂസൺ സിറ്റി ബസിലിക്കയിലുള്ള കാരുണ്യമാധവന്റെ തിരുരൂപമാണ് പേപ്പൽ സമ്മാനമായ കിരീടമണിയിക്കുക. തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ദേവാലയത്തിന്റെ 125ാം പെരുന്നാളായ സെപ്റ്റംബർ 24 ഒരുപക്ഷെ കിരീടധാരണ തിരുക്കർമ്മങ്ങൾ. ജൂൺ 22 വിശുദ്ധ ജോൺ ഫിഷറിന്റെയും വിശുദ്ധ തോമസ് മോറിന്റെയും തിരുനാളാണ്. ജൂൺ 24 വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ ജനന തിരുനാൾ. ബാംഗ്ലൂർ ധർമ്മരാം വിദ്യാക്ഷേത്രത്തിലെ പ്രൊഫസർ ഡോക്ടർ തോമസ് കൊല്ലംപറമ്പിൽ CMI വത്തിക്കാനിൽ 2021 ഒക്ടോബറിൽ ആരംഭിക്കുന്ന മെത്രാന്മാരുടെ സിനഡിന്റെ ദൈവശാസ്ത്ര സമിതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള അംഗമായി നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ഹെഡ്മാസ്റ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, നമ്മുടെ മതബോധനത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടുമുട്ടിയില്ല, ഈ വർഷവും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. ഇത് എത്ര നാൾ തുടരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നന്നായിട്ട് നമുക്ക് പഠിച്ചൊരുങ്ങി ക്രിസ്തുവിനെ അറിയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, നമ്മുടെ മതബോധന ക്ലാസ്സുകളിലേക്കുള്ള പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഉച്ച കഴിഞ്ഞ് 4 മണി മുതൽ 6:15 വരെ നമ്മൾ അവിടെ വിതരണം നടത്തിയിരുന്നു. ഏകദേശം ഒരു 120ഓളം കുട്ടികളാണ് പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ട് അന്ന് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പകുതി കുട്ടികളാണ് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് പുസ്തകം വാങ്ങിച്ചിട്ടില്ല. അവരുടെ എല്ലാവരുടെയും പുസ്തകം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് നാളെ തിങ്കളാഴ്ച കാലത്ത് 8 മണിക്ക് ശേഷം ഒരു 9-9:30 കൂടിയിട്ട് അവസാനിപ്പിക്കാവുന്ന രീതിയിലായിരിക്കും പുസ്തക വിതരണം നടത്തുക. നിങ്ങൾ ഇന്നലെ വളരെ ഭംഗിയായിട്ട് തന്നെ പല കുട്ടികളും തൊട്ടടുത്തുള്ള കുട്ടികളുടെയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ 1-ൽ കൂടുതൽ കുട്ടികളുടെയൊക്കെ ആയിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഒരു തിരക്കും ഒന്നും ഇല്ലാതെ നമുക്കത് വിതരണം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തവണയും ഈ നാളെയും അതുപോലെ തന്നെ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല കുട്ടികളും ഞാൻ നിർദ്ദേശം തന്നിരുന്ന പോലെ തന്നെ വന്നിരുന്നു. കുട്ടികളുടെ പേരെഴുതി, പുസ്തകത്തിന്റെ പേരെഴുതി, ഏതെല്ലാം പുസ്തകങ്ങളാണ് വേണ്ടതെന്ന് എഴുതി. അതിന്റെ ചില കുട്ടികൾ അതിന്റെ പൈസ വരെ അതിനകത്ത് രേഖപ്പെടുത്തി അവർ വന്ന് ആ പൈസ ടോട്ടൽ ചെയ്ത് ആ പൈസ വാങ്ങിച്ചു. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. പുസ്തകങ്ങള് നിങ്ങൾക്ക് കൊണ്ടുപോകാനും 1 മിനിറ്റ് പോലും പള്ളിയിൽ വന്ന് ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നലെ അതുപോലെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഇന്നലെ സാധിച്ചു, കഴിഞ്ഞ ദിവസം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി നാളെയും അതിന് തിങ്കളാഴ്ച രാവിലെയും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറോ 1.5 മണിക്കൂറിനകത്ത് 9:30 മുൻപായിട്ട് തീർത്ത് പോകാവുന്ന രീതിയിൽ എല്ലാ കുട്ടികളും ഒരുങ്ങി വരാനായിട്ട്, ഒരു 3-4 പേരുടെയൊക്കെ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാനായിട്ട് അവരുടെ ലിസ്റ്റ് എഴുതി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം.
പേര് ഇട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൃത്യമാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് അറിയാൻ സാധിച്ചത്. 120 കുട്ടികൾ വാങ്ങിച്ചു എന്ന് പറയാൻ സാധിച്ചത് പേരെഴുതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് കൃത്യമായിട്ട് പേരെഴുതി ആ പുസ്തകത്തിന്റെ ലിസ്റ്റ് ആക്കിയിട്ട് വന്നാൽ വളരെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും എല്ലാ ക്ലാസ്സുകളിലും കൃത്യമായിട്ട് അസംബ്ലിയുടെ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട്, അസംബ്ലി നമ്മൾ നന്നായിട്ട് ഇവിടുന്ന് അത് ചെയ്യുന്നുണ്ട്. കുട്ടികൾ വളരെ നന്നായിട്ട് ചെയ്തു. 12ാം ക്ലാസ്സിന്റെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടതാണ്. വളരെ നന്നായിട്ട് ചെയ്തു 12ാം ക്ലാസ്. അതുപോലെ തന്നെ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ആഴ്ചകളും കുട്ടികൾ അതുപോലെ തന്നെ ഭംഗിയായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്രത്യേകത കൂടിയുള്ളത്, ഇത് ഓൺലൈനിൽ നമ്മൾ പോകുന്നതാണെങ്കിൽ നിങ്ങളുടെയൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾ വേൾഡ്, ലോകം മുഴുവനും നിങ്ങളുടെ ഇരുന്ന് കാണാനായിട്ട് യൂട്യൂബിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളെയൊക്കെ പുറത്ത് കാണാൻ, നിങ്ങളുടെയൊക്കെ പെർഫോമൻസും കാണാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും കാണുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ വളരെയധികം പേര് ഇത് കണ്ടിട്ടുണ്ട്, വ്യൂ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യമില്ല. നേരത്തെ അത് റെക്കോർഡ് ചെയ്ത് ആൻസർ മാഷ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാറ്ററുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. പ്രാർത്ഥന, അതുപോലെ തന്നെ പ്രതിജ്ഞ, പിന്നെയുള്ള അനുദിന വിശുദ്ധരെ പറ്റി പറയുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ സഭാവാർത്തകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ തന്നെ ഒരു ആങ്കറിംഗ് വഴിയൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ നന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അത് ഇനിയും നമുക്ക് തുടർന്നു പോകണം. ഇത് എല്ലാവരും കാണുന്നതാണെന്ന് കൂടി ഓർക്കുക. ഈ യൂട്യൂബിൽ സന്ദർശിക്കുന്ന എല്ലാവർക്കും തന്നെ ഇത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ കൊറോണ കാലത്തിന്റെ ഇതിനോ പിടിയിലൊന്നും പെടാതെ നല്ല ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കാൻ എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇത് നേതൃത്വം നൽകേണ്ടത്. കുർബാനയ്ക്കും അതിനൊക്കെ നേതൃത്വം നൽകേണ്ടത്. അവര് പറയേണ്ടത് വിശുദ്ധ തോമസ് മൂറിനെ പറ്റിയിട്ടായിരിക്കും അവർ പറയുക. അനുദിന വിശുദ്ധരെ പറ്റിയിട്ട് പറയുമ്പോൾ അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്യുന്ന അതേപോലെ തന്നെ അടുത്ത ഞായറാഴ്ച ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, താങ്ക് യു.